നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ദുബായ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് 5ാം എഡിഷനിൽ കൂരിയാട് ജെംസ് പബ്ലിക് സ്കൂളിന് ചേഞ്ച് മേക്കർ അവാർഡ്. മെയ് 10-ന് ദുബായ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് ഏറ്റുവാങ്ങും. അവാർഡിനൊപ്പം ഇരട്ടി മധുരമായി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയെ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. വെബ്സൈറ്റ്, ഗെയിംസ് എന്നിവ ഉണ്ടാക്കുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊജക്ട് അവതരിപ്പിക്കാനാണ് ജെംസ് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹെയ്സാമിനെ തെരഞ്ഞെടുത്തത്. കോഡിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സിൽ 3ാം വർഷവും വിജയകരമായി തുടരുന്ന സ്കൂളാണ് കൂരിയാട് ജെംസ് പബ്ലിക് സ്കൂൾ. നൂതന സാങ്കേതിക വിദ്യയിൽ എല്ലാ മേഖലയിലും മുന്നോട്ടു പോകുന്ന സ്കൂളിന് ഇത് അഭിമാന നേട്ടമാണെന്ന് സീനിയർ പ്രിൻസിപ്പലും ഡയറക്ടറുമായ ഹഫ്സ കാരാടൻ പറഞ്ഞു. കോവിഡിന് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയൊരു മാറ്റം സ്കൂൾ സാക്ഷ്യം വഹിച്ചതെന്നും എല്ലാ മേഖലയിലും പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ജെംസിനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിയിൽ മാത്രമല്ല സർ, അതായത് ജെംസിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമ്മൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു. അക്കാഡമിക്സിലാണെങ്കിലും ടെക്നോളജി ബേസിലാണെങ്കിലും ഈവൻ നമ്മുടെ ക്യാമ്പസും ഒരു വലിയൊരു മാറ്റത്തിന് മാതൃകയായി വരുന്നു. ശരിക്കും പറഞ്ഞാൽ കോവിഡിന് ശേഷം ആ 2 വർഷം എല്ലാ സ്കൂളുകളും എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടപ്പം ഞങ്ങൾ ആ സമയം ആ 2 വർഷം ഫ്രൂട്ട്ഫുൾ ആക്കുകയായിരുന്നു. ശരിക്കും യൂസ് ചെയ്ത് ഏത് രീതിയിൽ നമുക്ക് വളരാൻ പറ്റും, കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് വിദ്യാഭ്യാസം ഏത് രീതിയിൽ കൊടുക്കാൻ പറ്റും. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ നമ്മളൊക്കെ പഠിച്ച കാലത്തു നിന്നുള്ള ആ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് ഇന്നത്തെ ഒരു ന്യൂ ജെൻ മെത്തേഡിലോട്ട് മാറ്റുമായിരുന്നു ജെംസ് മൊത്തത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു 3 വർഷം മുന്നേ നമ്മുടെ HK ട്രെൻഡ്സുമായി ചേർന്ന് സൈബർ സ്ക്വയർ ഫോളോ ചെയ്തു. അത് എല്ലാ ഇന്നോവേറ്റീവ് ഐഡിയാസിനും നമുക്ക് അതൊരു തുടക്കം കുറിക്കുകയായിരുന്നു. അപ്പോൾ ജെംസിലെ കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ജെംസ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ലാംഗ്വേജിലാണെങ്കിലും ബാക്കി എല്ലാ സബ്ജക്റ്റിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിലും ജെംസ് ഒരു മാതൃക കാണിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഈ അവാർഡ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത് സർ. ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ചേഞ്ച് മേക്കർ അവാർഡ്, ആ വാക്ക് ജെംസിന് ശരിക്കും സ്യൂട്ടബിളാണ്. ചേഞ്ച് മേക്കറായിരുന്നു. എവിടെയൊക്കെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മളൊരു പരീക്ഷണം നടത്തായിരുന്നു. ക്യാമ്പസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, എല്ലാ കാര്യത്തിലും ഒരു ചേഞ്ച് കൊണ്ടുവരണം. അതിൻ്റെ ഒരു തുടർച്ച എന്നാണ് ഈ അവാർഡ്. പിന്നെ ജെംസിലെ കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. ഒരു കുട്ടി പങ്കെടുക്കുന്നുണ്ട്. കുട്ടി സെലക്റ്റഡാണ്. ഗ്രേഡ് 2-ലെ ഒരു പുതിയ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം സെലക്റ്റഡാണ്. നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സാറത് കണ്ട് സെലക്ട് ആയിട്ടാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കുട്ടിക്കൊരു അവസരം കൊടുത്തതിലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ സ്കൂളിന് 2 അവാർഡുകൾ ലഭിച്ചിരുന്നു. മികച്ച സ്കൂളിനുള്ള അവാർഡുകളാണ് ലഭിച്ചിരുന്നത്. APJ അബ്ദുൽ കലാം സ്റ്റഡി സെൻറ്ററിൻ്റെയും FAP ഇന്ത്യയുടെയും മികച്ച സ്കൂളിനുള്ള അവാർഡുകളാണ് ജെംസ് പബ്ലിക് സ്കൂൾ സ്വന്തമാക്കിയത്. APJ അബ്ദുൽ കലാം സ്റ്റഡി സെൻറ്ററിൻ്റെ മികച്ച സ്കൂളിനുള്ള അവാർഡ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിന്നും FAP ഇന്ത്യയുടെ മികച്ച സ്കൂളിനുള്ള അവാർഡ് കൊച്ചിയിൽ വെച്ച് മുൻ കേരള DGPയും നിലവിൽ കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടറുമായ ലോക്നാഥ് ബെഹ്റയിൽ നിന്നും സ്കൂൾ അധികൃതർ ഏറ്റുവാങ്ങിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്കൂളിന് പുതിയ നേട്ടമായി ദുബായ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് 5ാം എഡിഷനിൽ സ്കൂളിന് ചേഞ്ച് മേക്കർ അവാർഡും ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.